കോഴിക്കോട് കോനാട് ബീച്ചിലെ റോഡ് സൈഡിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ഒരു പൂട്ടിയിട്ട ഹോട്ടലിന് മുന്നിലാണ്. സംഭവത്തിൽ വെള്ളിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് ലഹരി ഉപയോഗിക്കുന്നവരുടെ ശല്യം രൂക്ഷമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രദേശവാസിയായ യുവാവാണ് 1.5 മാസമായി പൂട്ടിയിട്ട ഹോട്ടലിന് മുൻപിൽ വളരുന്ന കഞ്ചാവ് ചെടി ആദ്യം കണ്ടത്. തുടർന്ന് വെള്ളയിൽ പോലീസിൽ വിവരമറിയിച്ചു. പ്രദേശത്ത് നിരവധി യുവാക്കൾ എത്താറുണ്ടെന്നും കഞ്ചാവ്, MDMA എന്നിവ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പ്രദേശവാസി അമിതാഭ് പറഞ്ഞു. ഭയം കാരണം അത്തരം ആളുകളോട് അധികം സംസാരിക്കാറില്ല. വെള്ളയിൽ പോലീസിനെ വിവരമറിയിക്കാറാണ് പതിവെന്നും പ്രദേശവാസി പറഞ്ഞു. ഇതിപ്പോൾ ഈ ഹോട്ടൽ അടഞ്ഞു കിടക്കുകയാണ്. ഇതിനു മുമ്പ് പറഞ്ഞാൽ രാത്രി 2 മണി, 3 മണി, 4 മണിയൊക്കെ പിള്ളേർ സെറ്റ് വന്നിരുന്നിട്ട് വരിവരിയായിട്ടിരുന്ന് കഞ്ചാവ് വലിക്കും. ഇതിൻ്റെ തൊട്ട ബാക്കിലാണ് എൻ്റെ വീട്. നമ്മൾ നിരവധി തവണ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. പക്ഷേ അതെന്താ പറയുക, എല്ലാവർക്കും അവർക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. കാരണം ഇവർ ഏത് രീതിയിൽ നമ്മളടുത്ത് പ്രതികരിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാനും മിണ്ടാതിരിക്കും. ഇപ്പോൾ കട ഒരു 1-2 മാസമായി അടഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് വലിച്ചിട്ട് പോയ കുരു മുളച്ചു വന്നതാണ്. ദിനംപ്രതി നിരവധി പേരാണ് കോനാട് ബീച്ച് ഭാഗത്തെത്തുന്നത്. പുറത്തുനിന്ന് വന്നവർ ആരെങ്കിലും ഉപയോഗിച്ചതിന്റെ അവശിഷ്ടം വീണ് മുളച്ചതാകുമെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തിൽ വെള്ളയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.